നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ എൻ്റെ വീഡിയോ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അതിൽ ചില സംഘപരിവാർ പ്രവർത്തകരുടെ കമൻറ്റ് കാണാനിടയായി. ഒരു പപ്പുവിനെ വേറൊരു പപ്പുവിനെ തിരിച്ചറിയാൻ പറ്റുമെന്ന്. നിങ്ങൾ ആരെയാണ് പപ്പു എന്ന് വിളിക്കുന്നത്? കഴിഞ്ഞ 2 ദിവസം മുമ്പ് നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്നതിനിടയിൽ അദ്ദേഹം ഒറീസയിലെ മുഖ്യമന്ത്രി ബിജു പട്നായിക്കിനെ വെല്ലുവിളിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഒറീസയിലുള്ള എല്ലാ ജില്ലകളുടെയും തലസ്ഥാനം പത്രത്തിൽ നോക്കാതെ പറയുവാൻ ബിജു പട്നായിക്കിന് കഴിയുമെന്നാണ്. ഇന്ത്യയിലെ ഒരു ജില്ലയ്ക്കും തലസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു ജില്ലയ്ക്കും തലസ്ഥാനം ഇല്ല എന്ന പ്രാഥമിക തത്വം പോലും അറിയാത്ത ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അയാളല്ലേ ശരിക്കും പപ്പു? കാര്യകാരണങ്ങൾ സഹിതം രാഷ്ട്രീയ വിശദീകരണങ്ങൾ നൽകുവാൻ കഴിവുള്ള രാഹുൽ ഗാന്ധിയെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി നിങ്ങൾ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണ്ട് ശ്രീലങ്കൻ പ്രസിഡൻറ്റ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനെ മിസ്സിസ് സിരിമാവോ ബണ്ടാരനായകെ എന്ന് വിളിക്കുന്നതിന് പകരം അദ്ദേഹം നരേന്ദ്രമോദി ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന പേപ്പർ എടുത്ത് നോക്കി MRS സിരിസേന എന്ന് വായിച്ചു. അദ്ദേഹത്തിന് മിസ്സിസ് ആണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല, MRS എന്നാണ് വായിക്കുന്നത്. അയാളുടെ അനുയായികളാണ് രാഹുൽ ഗാന്ധി പപ്പു എന്ന് വിളിക്കുന്നത്. MRS അല്ല, അത് മിസ്സിസ് ആണ് എന്ന് എഴുതിയിരിക്കുന്നത് പോലും തിരിച്ചറിയാൻ വയ്യാത്ത അത്രവിധം വിവരമില്ലാത്ത ഒരാളുടെ അനുയായികളാണ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കണ്ടവരുമില്ല, കൂടെ പിടിച്ചവരുമില്ല, പഠിപ്പിച്ച അധ്യാപകരുമില്ല. പിന്നെ അദ്ദേഹം ചായ വിറ്റ് നടന്ന റെയിൽവേ സ്റ്റേഷൻ്റെ കഥകളൊക്കെ സോഷ്യൽ മീഡിയ പൊളിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സംഘപരിവാർ പ്രവർത്തകരെ, നിങ്ങളുടെ നേതാവാണ് പപ്പു, രാഹുൽ ഗാന്ധി അല്ല എന്ന തത്വം തിരിച്ചറിയുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.